ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യം കൂടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്താണത്? കുറേ കാലമായിട്ട് ഇവിടെയുള്ള ന്യൂനപക്ഷ മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി പലതരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇടതുപക്ഷ സർക്കാർ. CAA-NRC വിഷയത്തിലാണെങ്കിലാവട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിൻ്റെ കാര്യത്തിലാവട്ടെ, കേന്ദ്ര പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള നിയമത്തിനെതിരെ യാതൊരു കടലാസിൻ്റെ പോലും വിലയില്ലാത്ത പ്രമേയങ്ങൾ കേരള നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് മുതൽ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും നല്ല പദ്ധതികൾ വരെ തടസ്സപ്പെടുത്താനും അതിനെതിരെ സുപ്രീം കോടതിയിൽ പോകാനും ഒക്കെ കാണിക്കുന്ന ഈ വ്യഗ്രത ഒരു പ്രത്യേക വോട്ട് ബാങ്കിനോടുള്ള സംവേദനമായിരുന്നു. അതായത് BJP-യെ, RSS-നെ, നരേന്ദ്രമോദിയുടെ സർക്കാരിനെ ഏറ്റവും ശക്തമായിട്ട് എതിർക്കുന്നത് ഞങ്ങളാണെന്ന് കാണിക്കാൻ. കേരളത്തിലെ കുറേ കാലമായിട്ടുള്ള രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ്? കേരളത്തിലെ രാഷ്ട്രീയം ആരാണ് BJP-യെയും സംഘപരിവാറിനെയും കൂടുതൽ എതിർക്കുന്നത് എന്ന കാര്യത്തിലുള്ള രണ്ട് മുന്നണികൾ തമ്മിലുള്ള മത്സരമാണ്. അതല്ലാതെ വേറെ എന്തെങ്കിലും രാഷ്ട്രീയ വിഷയങ്ങളോ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചിട്ടോ ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങളെ സംബന്ധിച്ച് ഒരു തർക്കവുമില്ല. LDF പറഞ്ഞ് ഞങ്ങളാണ് മോഡിയെ കൂടുതൽ നന്നായി പ്രതിരോധിക്കുന്നത്, അപ്പോൾ UDF പറഞ്ഞാൽ അല്ലല്ല, അവർക്ക് ചില വിട്ടുവീഴ്ചകളൊക്കെ ഉണ്ട്, ഞങ്ങളാണ് ഏറ്റവും നന്നായി പ്രതിരോധിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ്. അതായത് ഒരേ വോട്ട് ബാങ്കിന്, ഒരേ എല്ലിൻ കഷ്ടത്തിന് വേണ്ടി കടിപിടി കൂടുന്ന ആ തെരുവിലെ ജീവജാലങ്ങളെ പോലെ ഒരേ വോട്ട് ബാങ്കിനെ കേറ്റർ ചെയ്യാൻ വേണ്ടി രണ്ട് മുന്നണികൾ കടിപിടി കൂടുന്ന കാഴ്ചയാണ് നമ്മൾ കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്.